പല സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും സ്ത്രീകളാണ് എപ്പോഴും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് അല്ലേ? പ്രതിഷേധത്തിന് പിന്നീട് ഫലം കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളം പോണേക്കരയിലേക്കാണ്. കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധവുമായി സ്ത്രീകൾ രംഗത്ത്. കൊച്ചി കോർപ്പറേഷൻ ഇടപ്പള്ളി ഡിവിഷനിലെ മഞ്ചേരി റോഡിലെ സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇവരുടെ മാനജാത്ത് ലൈനിലേക്ക് ആദ്യത്തെ ഒരു 20 മീറ്റർ GI പൈപ്പാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞാണ് PVC പോയിരിക്കുന്നത്. ആ GI പൈപ്പ് മാറ്റാനുള്ള ലെറ്റർ ഞാൻ കോർപ്പറേഷനിൽ കൊടുത്ത ലെറ്ററാണ് ഇത്. ഇതിപ്പോൾ ടാറിങ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഈ ഒരു കുമ്പളപ്പറമ്പ് റോഡിൽ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബൈലൈൻ എന്ന് പറയുന്നത് ടൈലാണ്. അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പലതവണ വാട്ടർ അതോറിറ്റി അറിയിച്ചു. എയും ഓവർസിയറും എല്ലാവരും നിരന്തരം ഇവിടെ വന്ന് എല്ലാ വീടുകളും ചെക്ക് ചെയ്തതാണ്. അത് പ്രഷർ കുറവുള്ള കാരണം ടാങ്ക് ഇല്ലാത്ത വീടുകളിൽ വെള്ളം കിട്ടാൻ വാട്ടർ അതോറിറ്റിയും സഹകരിച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടെ കൊച്ചി നഗരസഭയും സഹകരിക്കുന്നുണ്ട്. ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊച്ചി കോർപ്പറേഷൻ 37-ാം ഡിവിഷനിലെ ഇടപ്പള്ളി ഡിവിഷനിലാണ് ഇത്തരത്തിലേക്ക് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യം. നമ്മുടെ കുമ്പളിപ്പറമ്പ് റോഡിലെ ഒപ്പം മാനാഞ്ചാത്ത് ലൈനിലെ 17 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷക്കാലമായി ഇത്തരത്തിലേക്ക് കുടിവെള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ കൃത്യമായി നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. അതിനകത്ത് പ്രധാനമായും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം പഴയ പൈപ്പുകളാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചോളം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കുടിവെള്ളം കൃത്യമായി എത്തിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ പഴയ GA പൈപ്പുകൾ 42 വർഷക്കാലം പഴക്കമുള്ള GA പൈപ്പുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇത് മാറ്റി PVC പൈപ്പുകൾ സ്ഥാപിക്കാത്തതാണ് കൃത്യമായി കുടിവെള്ളം എത്താത്തത് എന്നാണ് ഇവർ പറയുന്ന പ്രശ്നം. പരാതിയുമായി നേരത്തെ പോയിരുന്നു. വാർഡ് കൗൺസിലർ ദീപാവർമ്മയുമായിട്ട് സംസാരിച്ചു. പരാതി അപേക്ഷ മുഴുവൻ സമർപ്പിച്ചിരുന്നു. കൂടാതെ ഒരു 2 വർഷത്തോളമായി ഒട്ടും വെള്ളം കിട്ടാതെ ഞങ്ങൾ ഇവരെ സമീപിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പറഞ്ഞത് 6 മാസം ഈ 6 മാസത്തിന് സെപ്റ്റംബർ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം ഈ പൈപ്പ് ലൈൻ ഇതേപോലെ പൊട്ടിച്ച് പൈപ്പ് മാറ്റിത്തരാം എന്നുള്ള ഒരു ഉറപ്പിൽ അന്ന് കൗൺസിലറും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് റെഡിയാക്കി നോക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അവർ നോക്കിയപ്പോൾ GA പൈപ്പാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കണക്ഷൻ സമ്മതം കിട്ടാത്തത് കൊണ്ട് അവർ തുറന്നത് വീണ്ടും അടക്കുകയാണ് ചെയ്തത്. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത സാഹചര്യമാണ്. പിന്നെ ഒട്ടുമില്ല വെള്ളം. ഞങ്ങൾക്ക് ഒരു കാരണവശാലും വെള്ളമല്ല. ഞങ്ങൾ അവിടെ പോയി എടുക്കാം. 2 കുപ്പിന്ന് 3 കുപ്പി നിറച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. കുറേ ദൂരെ പോയിട്ടാണ് വന്നത്. ഞങ്ങൾ കൗൺസിലർക്ക് നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി നടപടിയൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സംവിധാനം നമുക്കിവിടെ വന്നത്. അപ്പം ഞങ്ങൾ 1.5 വർഷമായി ഞങ്ങൾ കിടന്ന് ഇത്രയും വിഷമിക്കണത്. ഞങ്ങൾ രാത്രി നമുക്കൊരു റെസ്റ്റ് ഇല്ല. പോലും പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്ന് കിടക്കാൻ 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ അപ്പുറത്തെ വഴിയിൽ ആ മണിമല റോട്ടിൽ പോയാൽ വെള്ളം എടുക്കണം. നമ്മുടെ ആണുങ്ങളൊക്കെ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് ഒത്തിരി വിഷമിക്കണം. നല്ല വെള്ളത്തിൽ നമുക്ക് നല്ല വെള്ളം തന്നെ വേണം. അല്ലാതെ കിണർ വെള്ളം ബോർവെൽ വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം നല്ല വെള്ളത്തിൻ്റെ അതൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുവരെ ജോലി വരെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കണേന്ന് തീരുമാനം ഉണ്ടായിട്ടേ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ ഞങ്ങൾ ഇവിടുന്ന്. അല്ലാണ്ട് പോകൂലേ ഞങ്ങൾ. അത് തന്നെയാണ് പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കൊച്ചിയിൽ നിന്നും അനൂപ് S. നായർക്കൊപ്പം YS അഭിനന്ദ്, 24. ഇപ്പോൾ കുടിവെള്ളം വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഈ കുടിവെള്ളം കിട്ടാതെയാവുക എന്ന് പറയുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പോണേക്കരയിലാണ്. അതെ, പോണേക്കര പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ കുടിവെള്ളം ലഭിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ല എന്നല്ല, പക്ഷേ വീട്ടുജോലികൾ ചെയ്യുന്നവർക്ക് അറിയാതെ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെള്ളം. ഇതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളും മെട്രോ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നഗരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഇതാ കുടിവെള്ളമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കഷ്ടം തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഈ പണ്ടൊക്കെ നമ്മൾ കേൾക്കും തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിലയിടങ്ങളിലൊക്കെ. പക്ഷേ വൈപ്പിനിലെ സ്റ്റോറി നമ്മൾ എനിക്കൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ സ്ത്രീകൾ ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോകാൻ, പിന്നെ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ്. അതേ ഇങ്ങനെ ക്യൂ നിൽക്കണം, രാത്രിയൊക്കെ പോയിട്ട് ക്യൂ നിന്നൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു പോയിന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല എന്നാണ് ഇങ്ങനെയുള്ള സ്റ്റോറികൾ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാരണം ഇതാണ് സത്യം എന്നുള്ളത് കാണണം. പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അധികൃതർ ഇത് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ.